യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ ലാസർ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ മക്കളെ. അതുപോലെ ലാസറിനോടുള്ള ബന്ധത്തിലും യേശു ചെയ്ത ഒരു അത്ഭുതത്തെ പറ്റിയാണ് നമ്മളിവിടെ ഈ കഥയിലൂടെ കേൾക്കുവാനായിട്ട് പോകുന്നത്. ബെഥാനിയ എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു ലാസർ ജീവിച്ചിരുന്നത്. ലാസറിന് മാർത്തയും മറിയയും എന്ന 2 സഹോദരിമാരുണ്ടായിരുന്നു. 3 പേരടങ്ങുന്ന ഇവരുടെ ഈ കൊച്ചു ഭവനത്തിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഇവർ വളരെയധികം യേശുവിൽ വിശ്വസിക്കുകയും ദൈവഭക്തിയോടുകൂടി ജീവിക്കുകയും ചെയ്തു. യേശു തന്റെ യാത്രക്കിടയിൽ പലപ്പോഴും ആ ഭവനത്തിൽ ചെല്ലുകയും അവരോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കിട്ട് സമയം ചിലവഴിക്കുകയും ചെയ്യുമായിരുന്നു. യേശു അവരെയും അവർ യേശുവിനെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു അത്യാഹിതം സംഭവിച്ചു. മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസറിന് ഒരു അസുഖം പിടിപെട്ടു. ലാസറിന്റെ അസുഖം വളരെ അധികമാവുകയും അദ്ദേഹം കിടപ്പിലാവുകയും ചെയ്തു. ഈ വിവരം ഇവർ യേശുവിനെ അറിയിച്ചു. കാരണം യേശു വന്നാൽ തങ്ങളുടെ സഹോദരന്റെ അസുഖം ഭേദമാകുമെന്നവർക്ക് അറിയാമായിരുന്നു. എന്നാൽ ഈ വിവരം അറിഞ്ഞ യേശു ഇവരുടെ അടുക്കലേക്ക് വന്നില്ല. ഇതിനിടയിൽ ലാസറിന്റെ അസുഖം വർദ്ധിക്കുകയും ലാസർ മരിക്കുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്തു. യേശു വരുമെന്ന് വളരെയധികം വിശ്വസിച്ചിരുന്ന ഇവർക്ക് നിരാശ മാത്രമായിരുന്നു ഫലം. കാരണം യേശു അവിടെ സമയത്തിന് എത്തിയില്ലല്ലോ. അവസാനം അവരുടെ വിശ്വാസപ്രകാരം മരിച്ച ലാസറിന്റെ ശരീരം തുണിയിൽ പൊതിഞ്ഞ് കല്ലറയ്ക്കൽ കൊണ്ടുപോയി വെച്ചു. സഹോദരിമാർ വളരെയധികം ദുഃഖിതരായി തീർന്നു. യേശു ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, യേശു വന്നിരുന്നുവെങ്കിൽ ലാസർ മരിക്കുകയില്ലായിരുന്നു എന്ന് അവർ വളരെ വേദനയോടുകൂടെ ഓർത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയം യേശു ലാസർ മരിച്ചുപോയി, ഞാൻ അവനെ ഉയർപ്പിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിഷ്യന്മാരോടൊത്ത് ബെഥാനിയയിലേക്ക് യാത്ര തിരിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത കർത്താവിന്റെ അടുക്കൽ എത്തിയിട്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ലാസർ മരിക്കുകയില്ലായിരുന്നു എന്ന് വളരെയധികം വിഷമത്തോടുകൂടി പറയുകയുണ്ടായി. ഇപ്പോഴും നീ എന്ത് ദൈവത്തോട് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് മാർത്ത യേശുവിനോട് പറയുകയാണ്. അതിന് യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന ഉത്തരം പറഞ്ഞു. അപ്പോൾ മാർത്ത യേശുവിനോട് പറയുകയാണ്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. അതിന് മാർത്ത, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് പറഞ്ഞിട്ട് തന്റെ സഹോദരി മാർത്തയുടെ അടുക്കൽ ചെന്ന് സ്വകാര്യമായി യേശു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടയുടൻ മറിയ ഓടി കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് അതീവ ദുഃഖത്തോടുകൂടി പറയുകയാണ്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. മറിയയും മറിയയോട് കൂടെയുള്ളവരും ലാസറിന്റെ മരണത്തിൽ അതീവ ദുഃഖിതരാണ് എന്ന് കണ്ട യേശുവിന്റെ മനസ്സലിഞ്ഞു. അവൻ മനം നൊന്ത് കരഞ്ഞു. അവനെ അടക്കിയിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു. വന്നു കാണുക എന്ന് അവർ പറയുന്നതോടൊപ്പം തന്നെ യേശു കരഞ്ഞതിനെപ്പറ്റി ജനം പല അഭിപ്രായവും പറയുകയുണ്ടായി. കർത്താവ് പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി അതിന്റെ വാതിൽക്കൽ നിന്ന് കല്ല് മാറ്റുവാനായിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ മാർത്ത യേശുവിനോട്, കർത്താവെ, 4 നാളായി ഇപ്പോൾ നാറ്റം വെച്ചിട്ടുണ്ട്. അതിന് യേശു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഉത്തരമായി മാർത്തയോട് പറയുകയാണ്. പിന്നീട് യേശു മേൽപോട്ട് നോക്കി പിതാവിനെ സ്തുതിച്ചുകൊണ്ട്, ലാസറെ പുറത്തേക്ക് വരിക എന്ന് ഉറക്കെ വിളിച്ചു. അവിടെ നിന്നവർക്കൊക്കെയും അത്ഭുതമായി. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ലോകത്തിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അത്ഭുതം. മരിച്ചവൻ, നാറ്റം വെച്ച് തുടങ്ങിയവൻ ഇതാ ജീവനുള്ളവനായി പുറത്തേക്ക് വന്നിരിക്കുന്നു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നവനെ പോലെ ലാസറിനെ കണ്ടവർക്ക് തോന്നി. അവനെ ചുറ്റിയിരിക്കുന്ന ശീല അഴിച്ചു മാറ്റുവിൻ, അവൻ പോകട്ടെ എന്ന് യേശു കൽപ്പിച്ചു. അവർ അങ്ങനെ തന്നെ ചെയ്തു. ഇതെന്തൊരു അത്ഭുതം! ലോകാരംഭം മുതൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു മഹാ അത്ഭുതം യേശുവിന്റെ വാക്കാൽ ഇവിടെ സാധിച്ചിരിക്കുന്നു. അവൻ വിചാരിച്ചാൽ, അവൻ കൽപ്പിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന്
മക്കളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഇങ്ങനെയുള്ള ഒരു സർവശക്തനാണ് നമ്മെ സ്നേഹിക്കുന്ന യേശു കർത്താവ്, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു. ഈ ദൈവത്തിലൂടെ മാത്രമേ, ഈ ക്രിസ്തുവിലൂടെ മാത്രമേ മക്കളെ നമുക്ക് രക്ഷയുള്ളൂ. നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരു ശിശുവായിട്ട് വന്നതും ആ കാൽവരി ക്രൂശിൽ തൂങ്ങിയതും അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കി തന്നതും. അങ്ങനെ കാൽവരി ക്രൂശിൽ മരണപ്പെട്ടുവെങ്കിലും, കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിലും നമ്മുടെ കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവനോടെ വസിക്കുന്നു. ആ ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക്, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തണലിലേക്ക് മക്കളെ ഇതുവരെയും വരുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തുടർന്നുള്ള നാളുകളിൽ ദൈവം അതിന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം, അതിന് മനസ്സൊരുക്കമുള്ളവരായി ജീവിക്കാം. ആമേൻ.